ലവ് മാരേജ് ആയിരുന്നു അല്ലേ? മാരേജ് കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല? ഇല്ല, എൻഗേജ്മെന്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എത്ര നാളുണ്ടായിരുന്നു ഒരു റിലേഷൻ? എങ്ങനെയാണ് അത് എൻഗേജ്മെന്റ്? അപ്പം 7 വർഷം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാളിൽ തന്നെ നിക്കാന്ന് പറയുന്നത് കഷ്ടം. ഇഷ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു 4 മാസം കഴിഞ്ഞിട്ട് എന്തോ മീറ്റ് ചെയ്യുന്നത്. അതുവരെ ഞങ്ങൾക്ക് കാണുന്നത്, ഞങ്ങള് ഫസ്റ്റ് മീറ്റിംഗ് കുറച്ച് സ്പെഷ്യൽ ആയിരിക്കണം എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫസ്റ്റ് സ്പെഷ്യൽ മീറ്റിംഗ്? എന്താ പെട്ടെന്നൊക്കെ ഒരു ഇത് ഇഷ്ടം എന്ന് പറഞ്ഞ ഇവിടുന്ന് കരയും. അതിന് ഗേൾസിന്റെ മെസ്സേജ് വരാറുണ്ടോ? ഹരി ഇടയ്ക്ക് കുറച്ച് പഞ്ചാര വാരി വിതറാറുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട്. ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന പോലെ കുറെ ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പം ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടാലോ, അല്ലെങ്കിൽ ഇപ്പം സ്കിൻ കുറച്ച് സ്ലീവ്ലെസ് ഇട്ടാലോ, അല്ലെങ്കിൽ ഇത്രയുള്ള ഷോർട്ട് ഡ്രസ്സ് ഇട്ടാലോ? എല്ലാ ടൈമിൽ പാരന്റ്സിനെയൊക്കെ കുറിച്ച് പറയും, ഇവരെ വീട്ടിൽ വളർത്തിയ ആൾക്കാരെ സമ്മതിക്കണം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് മീറ്റിങ്ങിന് താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ മൈൻഡ് ചെയ്യാറില്ല. എന്താ ഇത്ര രൂപ തരാം അങ്ങനെയൊക്കെ പറയുന്നത് ചീപ്പായിട്ടൊക്കെ മെസ്സേജ് അയക്കുന്ന ആൾക്കാരും ഉണ്ട്. എല്ലാവർക്കും വെറൈറ്റി മൊഴിയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റുകളെ കുറിച്ച് കൂടുതലൊന്നും പറയണം, ജസ്റ്റ് ഹോട്ട് കപ്പിൾസ് ഇൻ ടൗൺ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ അവരെ നമുക്ക് മനസ്സിലാവും. സോ രഹന ആൻഡ് ഹരി, വെൽക്കം ടു ദ ഷോ. ഈ ഹോട്ട് കപ്പിൾസ് ഇൻ ടൗൺ എന്ന് പറയുമ്പോൾ എങ്ങനെ നിങ്ങൾ ആ ഒരു ടാഗിനെ നോക്കിക്കാണുന്നത്? അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നുന്നില്ല, നമ്മൾ ജസ്റ്റ് റീൽസ് ഇടുന്നു ഇതുപോലെ അല്ലേ. അത്ര ഹോട്ടൊന്നുമല്ല, പക്ഷെ കുറെ കമന്റ്സ് ഒക്കെ അങ്ങനെയാണല്ലോ, കുറെ ഹോട്ട് കപ്പിൾസ് ചേച്ചി ചേട്ടൻ അങ്ങനെ വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് നോർമലി പോലെ റീൽസ് ഇട്ടു, അപ്പോൾ അതിന് കുറച്ച് റെസ്പോൺസ് വരുന്നുണ്ട്. അങ്ങനെ കണ്ടിട്ടുള്ളൂ, അല്ല അതിങ്ങനെ നിങ്ങളിട്ടില്ല അങ്ങനെയൊന്നുമില്ല, ഭയങ്കര എളിമയൊക്കെ. എനിക്കൊന്ന് റീസെന്റ് ആണോ ഇപ്പം ഇൻസ്റ്റ യൂട്യൂബിലേക്കൊക്കെ വന്നത്? അല്ല, ആക്ച്വലി എനിക്കെന്ന് പറഞ്ഞതൊരു 1 year ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹരിയായിട്ട് റീൽ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. അതെ, പിന്നെ യൂട്യൂബ് അടുത്ത് സ്റ്റാർട്ട് ചെയ്താണ്. അതെ, ബാക്കിയൊക്കെ നോർമൽ അതുപോലെ. ഹരി വന്നതിന് ശേഷമാണോ ആ ഒരു റീച്ച് അങ്ങ് കൂടിയത്? ഓക്കെ, ഹരിയാണോ ഐശ്വര്യം നോക്കി? നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നു അല്ലേ? മാരേജ് കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല? ഇല്ല, എൻഗേജ്മെന്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ല. എപ്പോഴാ കല്യാണം? ഡേറ്റ് ഇതുവരെ എടുത്തിട്ടില്ല. ലവ് മാരേജ് അല്ലേ? അതെ. 3 വർഷമായോ? 3 years ആയി. അത് അപ്പം ആൾക്കാരിങ്ങനെ ചോദിക്കാൻ തുടങ്ങില്ലേ? ചോദിക്കും, പക്ഷെ നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. ഒരു നെക്സ്റ്റ് ഇയറിനുള്ളിൽ എപ്പോഴേലും സെറ്റിൽ ആവാന്ന രീതിയിൽ. ഓക്കെ, അങ്ങനെ വിചാരിക്കും. എന്താ 3 വർഷം നിങ്ങളായിട്ട് എടുത്തതാണോ അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? അല്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഹരിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ നമ്മൾ നോക്കിയില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫിനാൻഷ്യലൊക്കെ ഒന്ന് സെറ്റായിട്ട് മാരേജിനെ കുറിച്ച് ചിന്തിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കൂടുതൽ സംസാരിക്കുന്നത് രഹനയാണോ? ഞാൻ റീലിൽ മാത്രം ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അല്ല, ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ കുറച്ച് ഷൈ ആയിരുന്നു. പതുക്കെ കുഴപ്പമില്ലാതെ വന്ന് തുടങ്ങിയതാ. നിങ്ങളപ്പം എന്താ എത്ര നാളുണ്ടായിരുന്നു ഒരു റിലേഷൻ? എങ്ങനെയാണ് അത് എൻഗേജ്മെന്റ്? 7 years റിലേഷൻഷിപ്പ് എങ്ങനെ പറ്റുന്നു എന്നൊക്കെ. ഈ കൊറേ ഇപ്പം ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ലല്ലോ റിലേഷൻഷിപ്സ് ഒക്കെ. അപ്പം 7 വർഷം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാളിൽ തന്നെ നിക്കാന്ന് പറയുന്നത് കഷ്ടം. എനിക്കങ്ങനെ കഷ്ടപ്പാടായിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്കങ്ങനെ ഒരാള് ഇഷ്ടമായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങനെ ഇഷ്ടമാവതൊന്നുമില്ല. എന്തെങ്കിലും ഒരു പ്രത്യേക ക്യാരക്ടർ കണ്ടാലും ഇഷ്ടപ്പെടുള്ളൂ. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ബ്രേക്ക് അങ്ങനെ ചെയ്ത് വേറെ പോകാൻ താല്പര്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരാളുടെ കൂടെ മാത്രം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. എന്താ അപ്പൊ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഹരിയുടെ? ഹരി കുറച്ച് കെയറിങ് എന്ന് വെച്ചാൽ കെയറട്ടായി എന്നല്ല ഉദ്ദേശിച്ചത്, കുറച്ച് കെയറിങ് ആണ് ആള്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ഫാമിലിയിലാണെങ്കിലും ഇപ്പോൾ ചില ടൈമിൽ ചില സിറ്റുവേഷൻ വന്നാൽ എൻ്റെ സൈഡ് കേൾക്കാൻ പോലും
എൻ്റെ പാരൻസ് നിൽക്കാറില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹരി എൻ്റെ ഫ്രണ്ട്സ്, ഹരി ആദ്യം എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ട്സിൻ്റെ ഇടയിലും കുറച്ചുകൂടി ഒരു ഇത് ഹരിക്കായിരുന്നു. പിന്നെ ഓക്കെ നമുക്ക് ഫ്രണ്ടോട്ട് ഒരുമിച്ച് പാർട്ട്നേഴ്സായിട്ട് പോകാമെന്ന് ഡിസൈഡ് ചെയ്തപ്പോൾ അങ്ങനെ പോയതാണ് ആക്ച്വലി. ഓക്കെ, തിരിച്ച് ഇവിടെ എന്താ ഇഷ്ടപ്പെട്ട ആ ഒരു ക്വാളിറ്റി? എന്ത് പോയിന്റിലാണ് ഓക്കെ ഇവളാണ് ഇനി എൻ്റെ പാർട്ട്ണർ എന്ന് തോന്നുന്നത്? നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലോ, അപ്പൊ ഭയങ്കരമായിട്ട് അറിയാവുന്ന അടുത്തറിയാവുന്ന ആളാ. പിന്നെ മുൻപോട്ട് ഒരുമിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പൊക്കോളും, കുഴപ്പമില്ല. പാവാണ്, ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഭയങ്കര സപ്പോർട്ടീവ് ആണ്, നമ്മൾ നോക്കിക്കോളും. ഓക്കെ, അപ്പം ഫസ്റ്റ് എങ്ങനെ നിങ്ങൾ കണ്ടുമുട്ടി? എവിടെ നിന്ന് കണ്ടു? സോഷ്യൽ മീഡിയ വഴിയാ പരിചയപ്പെട്ടതൊക്കെ. ഞങ്ങൾ ഒരു സ്കൂളിൽ പഠിച്ച, പക്ഷേ എന്തൊരു കള്ളത്തരം. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാണ്. ഒരേ സ്കൂളിൽ പഠിച്ച, പക്ഷേ അറിയില്ലായിരുന്നു. ഒരേ സ്കൂളിൽ വഴി പഠിച്ച, അന്നേരം അറിയില്ലായിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടു. അന്നേരം കോളേജിൽ പഠിക്കുന്ന അവിടെ വെച്ച് ഒരു DJ പാർട്ടി നടന്നുള്ള. DJ ആണോ? ഇല്ല, കോളേജിൽ ഒരു DJ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഹരിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു. അപ്പോൾ ആള് വരാന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. പിന്നെ ഞങ്ങളൊരു 3-4 മാസം ഫ്രണ്ട്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് പതുക്കെ ഇങ്ങനെ അതെ ഇങ്ങനെ പ്ലാൻ ചെയ്ത റിലേഷൻ ആയതാണ്. പ്രപ്പോസ് ഒക്കെ ചെയ്തിരുന്നു അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതങ്ങനെ? അല്ലല്ല, ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ഫ്രണ്ട്ഷിപ്പ് കുറച്ച് ആളങ്ങനെ കൊണ്ടുവന്ന് പിന്നീട് റിലേഷനിലൊക്കെ ആയതാ. ഞാൻ പരിചയപ്പെടുമ്പോൾ ഹരിക്ക് ഒരു എക്സ് ബ്രേക്കപ്പ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈം ആയിരുന്നു ആക്ച്വലി. കറക്റ്റ് സമയം. അപ്പൊ അതുകൊണ്ട് ഹരിക്ക് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ. ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയും. പിന്നെ പെട്ടെന്ന് എന്നോടും പറയും നീ വേറെ റിലേഷനിലാവരുത്, കാരണം എനിക്കിപ്പോൾ വേറെ ഫ്രണ്ട്സ് ഇത്രയും കമ്പനിയായിട്ട് ആരൊന്നും ഇല്ലാന്നൊക്കെ പറയായിരുന്നു. പിന്നെ എനിക്കിഷ്ടം തോന്നി, ഞാൻ പ്രപ്പോസ് ചെയ്തു. അങ്ങനെ ഹരി ഓക്കെ പറഞ്ഞു. അങ്ങനെ ഫ്രണ്ടോട്ട് പോകുന്നതാണ്. രഹനയാണോ പ്രപ്പോസ് ചെയ്തേ? അതെ. ആ 7 വർഷങ്ങൾക്ക് മുന്നേ അത് എങ്ങനെയായിരുന്നു ആ ഒരു പ്രപ്പോസൽ? ജസ്റ്റ് മെസ്സേജ് അയക്കും, വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കെ തന്നെ കോളേജ് ബസ് എൻ്റെ വീട്ടിൽ നിന്ന് കയറിയിട്ട് കോളേജ് എത്തുന്നവരെ ഞാനിങ്ങനെ ത്രൂ ഔട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് എല്ലാം ഷെയർ ചെയ്ത് അവസാനം എനിക്കൊരു ഇഷ്ടം തോന്നി. അപ്പം ഞാൻ ഫോണിൽ കൂടെ തന്നെയാണ് ഇങ്ങനെ ഇഷ്ടം പറഞ്ഞത്. ഓക്കെ, ഹരിയും വലിയ താമസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ തിരിച്ചെടുത്തു. അങ്ങനെ ഇഷ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരു ഇഷ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു 4 മാസം കഴിഞ്ഞിട്ട് എന്തോ മീറ്റ് ചെയ്യുന്നത്. അതുവരെ ഞങ്ങൾക്ക് കാണുന്നത്, ഞങ്ങൾ ഫസ്റ്റ് മീറ്റിംഗ് കുറച്ച് സ്പെഷ്യൽ ആയിരിക്കണം എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് ഒരു ലൊക്കേഷനൊക്കെ ഡിസൈഡ് ചെയ്ത് അവിടെ ചെന്നിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്ത് ആക്ച്വലി. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫസ്റ്റത്തെ സ്പെഷ്യൽ മീറ്റിംഗ്? സ്പെഷ്യൽ ആയിരുന്നു. നമ്മുടെ കോളേജിനടുത്ത് തന്നെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്, അരീക്കൽ എന്ന് പറഞ്ഞു. അവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്തത്. അവിടെ വെച്ച് മീറ്റ് ചെയ്തു. ഹരി എനിക്കൊരു കുഞ്ഞ് ടെഡ്ഡി ബിയറിനെയൊക്കെ തന്നു, ഒരു ഫോട്ടോ ഫ്രെയിമും തന്നു. അങ്ങനെയൊക്കെ. ഓക്കെ, ഇപ്പം 7 വർഷം മുന്നേ രഹനല്ലേ പ്രപ്പോസ് ചെയ്തത്. ഈ നാളുകൾക്കിടയിൽ എപ്പോഴെങ്കിലും ഹരി തിരിച്ച് പ്രപ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം പറയുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ ഇങ്ങനെ റിവൈൻഡ് ചെയ്യാറുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ പിന്നെ ആ ഒരു ഇതിലേക്കൊന്നും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഹരിനെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിക്കും. അത് സാരില്ല, നമ്മുടെ പ്രോപ്പർട്ടിയുടെ. ഇനി ഈ ഒരു ടൈമിലുള്ള പ്രപ്പോസ് ചെയ്താൽ മതി. 7 വർഷം അല്ല, ഇപ്പം ഒരു ചാൻസ് കിട്ടുന്നു തിരിച്ച് പ്രപ്പോസ് ചെയ്യാൻ. അപ്പം പെട്ടെന്ന് ചാടിക്കൊരു ഇഷ്ടം ഒന്നും പറയരുത്, ആളൊന്നും പറയണം കുറച്ച്, കേട്ടോ? കുറച്ച് ഡയലോഗൊക്കെ പിന്നെ അങ്ങ് പറ. നിങ്ങളെ കുറെ നാളത്തെ ഫ്രണ്ട്ഷിപ്പ്, ഹരിക്ക് ആളുടെ അടുത്ത ഒരു ക്രഷ്, ഇഷ്ടം തോന്നി. എന്താ പെട്ടെന്നൊക്കെ ഒരു ഇത് ഇഷ്ടം എന്ന് പറഞ്ഞ തോന്നാനുള്ള കാരണം ഇവിടുന്ന് കരയും. കൊടുത്തില്ല. പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ട് രഹന തിരിച്ച് പ്രപ്പോസ് ചെയ്ത് കാണിച്ചു. ആള് റെഡിയാ, അങ്ങനെ വേണം. ഹരിയുടെ ക്യാരക്ടറും ആറ്റിറ്റ്യൂഡൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ നോക്കിയിട്ട് എൻ്റെ ആ ഒരു സ്വഭാവത്തിന് ചേർന്ന് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് പാർട്ട്നേഴ്സായിട്ടിരുന്നൂടെ? Will you marry me? Okay. ഇനി എന്തിനും റെഡിയാ. ഇതെങ്ങനെ നിങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പം എപ്പോഴും സംസാരിക്കും എന്നൊക്കെ പറയുന്നില്ലേ, പുള്ളി ഒന്നും മിണ്ടുന്നില്ലല്ലോ? എൻ്റെ അടുത്ത് മാത്രമാണെങ്കിൽ ഓക്കെയാണ്, മറ്റുള്ള ആൾക്കാരുടെ അടുത്ത്
കുറച്ച് പ്രശ്നമാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു റീൽ കാണിച്ചു തരാമേ. നിങ്ങളിങ്ങനെ ഉമ്മ വെച്ച് സിംഗിൾസിനൊക്കെ വഴി തെറ്റി. ഈ ഇത്ര നാളത്തെ ഇപ്പം ഫസ്റ്റ് പിക്ക് കണ്ടല്ലോ, അത് മുതൽ ഇതുവരെയുള്ള ജേർണീനെ കുറിച്ച് പറയാൻ പറഞ്ഞാ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു റോളർ കോസ്റ്റർ റൈഡൊക്കെ? ആ പോയ കിളി ഇപ്പോഴും വന്നിട്ടില്ല. കിളി കളഞ്ഞു മൊത്തത്തിൽ. സത്യത്തിൽ കിളി പോയിരിക്കണോ? കണ്ടുകൊണ്ടിട്ട് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഓക്കെ, പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ജേർണി? ജേർണി എന്ന് പറയുമ്പോൾ ഒട്ടും ഈസി അല്ല. അതിപ്പോൾ എല്ലാം പോലെ ഒട്ടും ഈസി ആയിരുന്നില്ല. ഇതിനകത്ത് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. പിന്നെ അതുപോലെ ഇടയ്ക്ക് ചില ടൈമിലൊക്കെ നമുക്ക് ഇങ്ങനെ സിംഗിൾ ആയിരുന്നാൽ മതി എന്ന് തോന്നിപ്പോയ സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ഏത് സിറ്റുവേഷൻ ആയിരുന്നു? ഭയങ്കര വഴക്കൊക്കെ ഭയങ്കര അടുത്ത് പീക്ക് ആ ഒരു ലെവലിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും എനിക്ക് തോന്നും സിംഗിൾ ആയിരുന്നാൽ മതിയായിരുന്നു, സമാധാനം. അതെ, അങ്ങനെയൊക്കെ തോന്നിപ്പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറെ ഇമോഷൻസ് ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഹാപ്പിയാണ്, ഇമോഷൻസ്, എല്ലാ വികാരങ്ങളും ഉണ്ട്. അങ്ങനെ ആ ഒരു അത് നമുക്ക് എങ്ങനെ പറയാം, എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ജീവിച്ചു തീർത്ത ആ ഒരു ഇതാണല്ലോ. ഓക്കെ, ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ സിംഗിൾ ആയി? തോന്നിയിട്ടില്ല. കാരണം എനിക്കങ്ങനെ വലിയ കാര്യം സഫർ ചെയ്യുന്നില്ല. ഇടക്കിടക്ക് ചെറിയൊരു അടി, ഇടി പിടി അതൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഹാപ്പി ലൈഫ്, സൂപ്പറാണ്. പോസസീവ്നെസ് ഉണ്ടോ റിലേഷൻഷിപ്പിൽ? നല്ല രീതിയിലുണ്ട്. ആരെ കൂടുതൽ പോസസീവ്? അതെന്താ അങ്ങനെ ചോദിച്ചാൽ എങ്ങനെ വേറെ ഗേൾസ് ഒന്നും നോക്കാൻ പാടില്ല? അങ്ങനെ ഇടിയൊന്നുമില്ല. കൊല്ലു ഞാൻ. അങ്ങനെ ഗേൾസിന്റെ മെസ്സേജ് വരാറുണ്ടോ? അങ്ങനെ ഇടിയൊന്നുമില്ല. ഇപ്പൊ നമുക്ക് എനിക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ ചാറ്റ് ഒന്നും കുഴപ്പമില്ല. ഹരി ഇടയ്ക്ക് കുറച്ച് പഞ്ചാര വാരി വിതറാറുണ്ടോന്ന് എനിക്ക് ഡൗട്ട്. കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റിട്ട് കൊടുക്കുന്ന പോലെ അതിട്ട് കൊടുക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരാൻ. അല്ലാണ്ട് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പിടിച്ചേതെങ്കിലും മെസ്സേജ് ഓർമ്മയുണ്ടോ? ആരുടെങ്കിലും സിംഗിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എന്നോട് കാണിക്കുന്ന പോലെ ചില ആൾക്കാരോട് കുറച്ച് കെയറിംഗ് ഉള്ള പോലെ മെസ്സേജ് അയക്കുന്നതായി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. എടാ എന്താടാ ഫുഡ് എവിടെ പോയടാ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ചില ടൈമിൽ എന്നോട് പെരുമാറുന്ന സെയിം ടോണിൽ ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ എനിക്ക് കുറച്ച് പൊളിയും. അത് മാത്രമേ ഉള്ളൂ. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അതെ. പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പം പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇപ്പം നല്ല ഭംഗിയുള്ള ഒരു കുട്ടി ഇങ്ങനെ ഫ്രണ്ടിൽ കൂടി പോകുമ്പോ അങ്ങനെയൊന്നുമില്ല. അത് ഞാൻ തന്നെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നത് നല്ല ഭംഗിയിൽ എന്നെ കാണാൻ. അല്ലാണ്ട് അങ്ങനെയൊന്നും എനിക്ക് പ്രശ്നമില്ല. നോക്കുന്നില്ലൊന്നും പ്രശ്നമില്ല. ഞാൻ അറിയാണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതി എന്തെങ്കിലും ചെയ്താൽ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. പ്രശ്നമൊന്നുമില്ല. അതിന് ഇഷ്ടമില്ലാതെ ചെയ്ത ഒരു കാര്യം എന്താ ഹരി? ഇഷ്ടമില്ലാതെ ചെയ്താന്ന് പറഞ്ഞാൽ ഞാൻ അറിയാതെ ഒരാളെ മീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എന്താ അറിയാതെ കോഫി അല്ല, ജസ്റ്റ് കണ്ടപ്പോ ആ സൈഡ് വഴി പോയപ്പോ എന്നോട് പറയാതെ മീറ്റ് ചെയ്യാൻ പോയി രണ്ടുപേരും കൂടി. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞില്ല, ആള് ഒളിപ്പിച്ചു വെച്ചു. സ്റ്റോറി ഇട്ടു അപ്പൊ സ്റ്റോറി ഇട്ട് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, പറഞ്ഞു പറയാൻ വിട്ടുപോയി. പോണ വഴിക്ക് വന്നപ്പോ കണ്ടാന്ന് പറഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പേരിൽ ഞങ്ങൾ കുറച്ച് നല്ല രീതിയിൽ വഴക്കായിരുന്നു. അത് ഗേൾ ആയിരുന്നു? ആ ഗേൾ ആയിരുന്നു. ഓഫ്കോഴ്സ് ഗേൾ ആയി മാത്രമേ അത്ര പ്രശ്നം വരുള്ളൂ. പോസിറ്റീവ്നെസ് ഇത്തിരി കൂടുതൽ എനിക്ക് ചില ടൈമിൽ. എന്തോ ഒരു ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ടാണെന്ന് അറിയത്തില്ല. ചില ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇത് വരും. അപ്പം തിരിച്ച് ഇങ്ങോട്ട് പോസസീവ്നെസ് ഉണ്ടോ? അവൻ അങ്ങനെ വലിയ ഇതൊന്നുമില്ല, കൂളാണ്. ഇല്ല അങ്ങനെ പറയാനും പറ്റത്തില്ല. കോളേജിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ഏതെങ്കിലും ആൺപിള്ളേരൊക്കെ കൂടെ ഫോട്ടോ ഇടുമ്പോഴേക്കും ചെറിയ രീതിയിൽ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യാം. എന്താ പറയാറ്? എന്തിനാ ഫോട്ടോ ഇട്ട? ഇപ്പൊ നമ്മൾ ഒരുമിച്ച് പോവാണെങ്കിൽ ഇല്ല ആ ഇതും കൂടി പറയട്ടെ, ആ ഇതും കൂടി ഇപ്പൊ ബൈക്ക് ഓടിക്കുമായിരിക്കും, ആ ദേഷ്യം കൂടി ബൈക്കിൽ കാണിച്ച് സ്പീഡിൽ പോകാനൊക്കെ നോക്കുക, അങ്ങനെയൊക്കെ പേടിപ്പിക്കാനും പണ്ട് ചെറിയ രീതി സൈക്കോയായിരുന്നു. ഇപ്പോഴും പറയും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ സൈക്കോനെ അടക്കി. ഇപ്പൊ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇല്ല. ഇങ്ങനെ കള്ളത്തരങ്ങൾ ഇപ്പം ഒരെണ്ണം പിടിച്ചു തോന്നില്ലേ? അതുപോലെ തിരിച്ചെന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ അധികം കാണിക്കാറൊന്നുമില്ല. കള്ളത്തരം കാണിച്ചാലും വല്ല ഫുഡ് അവൻ അറിയാതെ കഴിച്ചു അങ്ങനെ വല്ല ഉള്ളൂ, അല്ലാതൊന്നുമില്ല. ഇപ്പം വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഇപ്പം കുക്കിംഗ് അല്ലാണ്ട് റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറെ ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പം
ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടാലോ അല്ലെങ്കിൽ ഇപ്പം സ്കിൻ കുറച്ച് സ്ലീവ്ലെസ് ഇട്ടാലോ അല്ലെങ്കിൽ ഇത്രയുള്ള ഷോർട്ട് ഡ്രസ് ഇട്ടാലോ അതിപ്പോ നമ്മൾ യൂട്യൂബിൽ എങ്ങനെ ഇട്ടാലും അതിപ്പോ ഒരു ചെറിയൊരു കുർത്ത ഇട്ടാൽ പോലും ആൾക്കാർ അതിനകത്ത് നെഗറ്റീവ് നെഗറ്റീവ് കാണുന്നവർ എപ്പോഴും നെഗറ്റീവ് പറയും. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എന്തിങ്ങനെ പറയുന്നേ, അതങ്ങനെ ചെയ്ത മോശമായി പോയോ, ഒരു റിഗ്രഷനൊക്കെ വരുമായിരുന്നു. പിന്നെ അതൊരു ട്രോമയിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ അത് വേണ്ട, അതങ്ങനത്തെ ഇതിലേക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതിപ്പോൾ നല്ലത് ചെയ്താലും നല്ലതെന്ന് പറയാൻ ആളുണ്ടാവത്തില്ല, അതിന്റെ കുറ്റം മാത്രമേ കണ്ടുപിടിക്കാൻ ആൾക്കാർ. ഒരു പഞ്ചസാരയിൽ ഒരു ഒറ്റ ഉറുമ്പ് കണ്ടായിരുന്നു, അത് ക്യാരറ്റ് ഹൽവേനെ അത് ചെയ്തതാ. അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, കൂടുതൽ ഉറുമ്പിനെ കുറിച്ച് എല്ലാവരും പറയുന്നത്. ഉറുമ്പിൽ പഞ്ചസാരയിൽ ഗ്രാമ്പൂട്ട് വെച്ച ഉറുമ്പ് വരത്തില്ല. അഡ്വൈസ് തരുന്ന ആൾക്കാരും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം കുറ്റം പറയുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ. ഇപ്പം നോർമലി നമ്മുടെ കേരളത്തിലേക്ക് ഒരു ടിപ്പിക്കൽ ബോയ്സിന്റെ കൾച്ചറാണ് ഇപ്പോൾ നമ്മുടെ ഗേൾ ഫ്രണ്ട് ഇത്രയുള്ള ഡ്രസ്സ് ഇട്ടാൽ നീ എന്തിനാ, അല്ലെങ്കിൽ ഷോൾ ഇടാത്തത് എന്താ, സ്ലീവ്ലെസ് ഇടുന്നത് എന്താന്ന് ചോദിക്കുന്ന കുറച്ച് ബോയ്സ് ഉണ്ട്. പക്ഷെ അവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തതയുള്ള ആണുങ്ങളും കുറവാണ്. അപ്പൊ ആ ഒരു കൂട്ടത്തിൽ പെടുന്ന ആളാണല്ലോ ഹരി. അപ്പൊ ഇങ്ങനെ ചോദിക്കാറുണ്ടോ, നിന്റെ ഗേൾ ഫ്രണ്ട് എന്താ അങ്ങനത്തെ ഉടുപ്പിട്ട് വീഡിയോ ഇടുന്നതെന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്? എന്നോട് അങ്ങനെ വന്ന് കസിൻസ് ഒക്കെ വന്നിങ്ങനെ പറയണ്ട, അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ എന്റെ ഇഷ്ടം, എനിക്ക് അതിനൊന്നും കുഴപ്പമില്ല. അവളുടെ ഒരു ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ അവളുടെ ഫ്രീഡം അല്ലേ, നമ്മളതിനകത്ത് ഇടപെടേണ്ട. അങ്ങനെ നെഗറ്റീവ് ഒക്കെ പറയുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഒരു മറുപടി നിങ്ങളുടെ വീട്ടിലെ കാര്യം ഞാൻ നേരെ അപ്പൊ തന്നെ പറയും, നമ്മുടെ എന്റെ കാര്യത്തിൽ അല്ല അവളുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല, നോക്കാൻ ആൾക്കാരെന്ന് പറയും. ഓക്കെ. മാരേജിനെ കുറിച്ച് ഇപ്പൊ ഇങ്ങനെ പ്ലാൻസ് ഒക്കെ ഉണ്ടോ? ഇങ്ങനത്തെ ഡെസ്റ്റിനേഷൻ വെഡിങ് ആണോ? ഡെസ്റ്റിനേഷൻ വെഡിങ് വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ എൻഗേജ്മെന്റ് കുറച്ച് നല്ല രീതിയിൽ ചെയ്തത്. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര എന്താ പറയാ, കുറച്ച് ആർഭാടമായിട്ടൊക്കെ നടത്തണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് ഒക്കെ മാറി. അതിനൊന്നും കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്തിട്ട് വരാം, 2 കൺട്രി എങ്കിലും അറ്റ്ലീസ്റ്റ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് നടത്താനാണ് ഇപ്പൊ താല്പര്യം വരുന്നത്. അല്ലാതെ പണ്ട് ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ മാറി കേട്ടോ. ആ ഒരു 3 years മുമ്പുള്ള മൈൻഡ് സെറ്റ് ഒക്കെ കംപ്ലീറ്റ്ലി മാറി. ഇങ്ങനെ പ്ലാൻസ് ഉണ്ടോ ഹണിമൂൺ ഇന്ന സ്ഥലത്തായിരിക്കണം? ഉണ്ട്, പ്ലാൻസ് ഉണ്ട്, നടക്കുമെന്ന് അറിയത്തില്ല. എവിടെയാ പോവാൻ ആഗ്രഹം? മാൽദീവ്സ്. ഓക്കെ ഓക്കെ ഫൈൻ. ഈ എന്താ പറയാ, ഡിലീറ്റ് ഒക്കെ ചെയ്യാറുണ്ടോ കമന്റ്സ് ഒക്കെ? ഒരുപാട് വൾഗറായിട്ട് ചെറുത് നെഗറ്റീവ് ഒന്നും വന്നാൽ ഡിലീറ്റ് ആക്കാല്ല, വൾഗറായിട്ട് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യും. ഇപ്പൊ പിന്നെ ഇൻസ്റ്റാഗ്രാം ഒന്നും നോക്കാൻ ടൈം കിട്ടാറില്ല, യൂട്യൂബിലേക്ക് നോക്കുന്നതുകൊണ്ട്. അപ്പോൾ അതിനകത്ത് കമന്റ് ഇടുന്നത് പോലും അറിയുന്നില്ല. ഇപ്പോൾ പണ്ടെല്ലാം നോക്കി നോക്കി അങ്ങ് ഡിലീറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പൊ പിന്നെ ഇല്ല. ഓർത്തിരിക്കുന്ന എന്തെങ്കിലും കമന്റ്സ് ഉണ്ടോ? ഒരു പോസിറ്റീവ് ഓർത്തിരിക്കുന്ന ഒരു കമന്റും ഒരു നെഗറ്റീവ് ഓർത്തിരിക്കുന്ന ഒരു കമന്റോ മെസ്സേജോ? പോസിറ്റീവ് ഓർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ എന്താ, ചേച്ചിയുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് ഇട്ടോ, എല്ലാവർക്കും ഒറ്റ ലൈഫ് ഉള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ വരുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്യാനും മാത്രമുള്ള ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലത്തെ കോമൺ വരാറുണ്ട്. നെഗറ്റീവ് വരുന്നത് കൂടുതലും എന്താ ചില ടൈമിൽ പാരൻസിനെയൊക്കെ കുറിച്ച് പറയും, ഇവരെ വീട്ടിൽ വളർത്തിയ ആൾക്കാരെ സമ്മതിക്കണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അത് നമ്മൾ ചിലപ്പോൾ കോമൺ അഴിച്ചിട്ടേക്കുവാണോ ഇതിനൊന്നും ചോദിക്കാനും പറയാനും, അത് കോമൺ സാധനങ്ങളാ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ളതുള്ളൂ. അതാണ് ഇപ്പോൾ ഓർത്തിരിക്കുന്നത്. നമ്മൾ അവരെയൊക്കെ ജസ്റ്റ് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കും. പിന്നെ ചില ആൾക്കാർ എന്താ പറയുക, നമ്മൾ അറിയാവുന്ന ആൾക്കാർ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ വന്ന് ഇടുന്നവരും ഉണ്ടാവും. ഇപ്പം ഞാൻ ഹരിയുടെ ഇൻസ്റ്റഗ്രാം നോക്കുന്ന സമയത്ത് ആൽക്കഹോളിന് മാത്രമായിട്ട് ഒരു ഹൈലൈറ്റ് ഉണ്ട്. അതിങ്ങനെ ഭയങ്കര ചില്ലിങ് ആണോ ഇങ്ങനെ ആൽക്കഹോൾ? ആൽക്കഹോളിക് എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര ആൽക്കഹോൾ അഡിക്റ്റ് ഒന്നും അല്ല, പക്ഷെ എനിക്ക് കോക്ടെയിൽസ് ഒക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കുടിക്കാൻ ഇഷ്ടം, അല്ലാണ്ട് മാക്സിമം 2ാമത് കണ്ടിട്ടില്ല. ഓക്കെ. നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ചേർസ് പറയുന്ന ഇവർക്ക് പക്ഷെ ഇഷ്ടമൊന്നുമല്ല. എനിക്ക് എന്റെ ഒപ്പം കോക്ടെയിലൊക്കെ മേക്ക് ചെയ്യും. എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, സിപ്പ് ചെയ്യാൻ അത്ര താല്പര്യമില്ല. ബിയർ ഇഷ്ടമല്ല, ബിയർ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ഒരു തവണ റാഡിസൺ ബ്ലൂ എന്നൊരു സാധനം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ കോക്ടെയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ സെറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ആരെയോ പോലീസ് പിടിച്ചു അതുകൊണ്ട് പേടിച്ച് പിന്നെ നിർത്തിയത്. അതിൽ ഭയങ്കര റീച്ച് ആയിരുന്നു കേട്ടോ, മില്യൺ വ്യൂസ് പോകുന്നുണ്ട് അമ്മാതിരി ഐറ്റംസിനൊക്കെ മിക്സ് ചെയ്യുന്നതിനൊക്കെ. അതെ അതെ, അതും ഗേൾസ് അങ്ങനത്തെ വീഡിയോ ചെയ്യുമ്പോൾ. ഓക്കെ. ഈ ഓൾറെഡി നിങ്ങൾ കമ്മിറ്റഡ് ആണെന്ന് അറിയാം, എങ്കിൽ പോലും കോഴി മെസ്സേജസും ഇപ്പം ഇവിടെ ഗേൾസിന്റെ മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ? ചേട്ടാ ഭയങ്കര ഇഷ്ടമാണ്, ക്രഷാണ്, അല്ലെങ്കിൽ കൊള്ളാം, അങ്ങനെയൊക്കെ മെസ്സേജ് കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എങ്ങനത്തെ മെസ്സേജ് വരുന്നത്? ഇതുപോലെ ഇപ്പൊ പറഞ്ഞ പോലെ ക്രഷ് വരാറുണ്ട്. പിന്നെ ഇടയ്ക്ക് എല്ലാരും ജസ്റ്റ് ഹായ് ബൈ ഇതൊക്കെ വരാറുണ്ട്. അതിപ്പോ ഈ നമ്മൾ ഒരുമിച്ചുള്ള വീഡിയോ ഒക്കെ കുറച്ച് കയറി അതിനിങ്ങനെ റിപ്ലൈസ് കൊടുക്കാറുണ്ടോ?
ചിലപ്പോഴൊക്കെ സമ്മതിക്കില്ല. ഇല്ല സ്മൈലി സ്മൈലി എടുക്കും, അതിന്റെ അപ്പുറത്തേക്കൊന്നും വേണ്ടെന്ന്. ഹായ് ബൈ ഹായ് പറയാ ബൈ പറയാ ഇത്രേ ഉള്ളൂ. ഹായ് പറ. ഇവിടെ എങ്ങനെയാ കോൾ മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ? വരുന്നവരുണ്ട്, മെസ്സേജ് അയക്കും, നേരത്തെ തൊട്ട് അയക്കുമായിരുന്നു. അതല്ലാതെ എന്താ പറയാ ഡേറ്റിങ്ങിന് താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ മൈൻഡ് ചെയ്യാറില്ല, എന്താ ഇത്ര രൂപ തരാം അങ്ങനെയൊക്കെ പറയുന്നത് ചീപ്പായിട്ടൊക്കെ മെസ്സേജ് അയക്കുന്ന ആൾക്കാരും ഉണ്ട്. നമുക്ക് പിന്നെ മെസ്സേജ് കൂടുതൽ വന്നാലും റിക്വസ്റ്റിൽ വന്ന് കിടക്കും, നോക്കാറില്ല. അവരറിയില്ല നമ്മൾ വായിച്ചത്. നമ്മളെന്തായാലും വായിക്കും, നോക്കാറുണ്ട്. ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്യത്തില്ല, ഫോളോവർ ആണെങ്കിൽ അങ്ങനെ നിന്നോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മള് റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ അവരുടെ അടുത്ത്. ഓക്കെ ഫൈൻ. ഫാമിലിയുടെ റിയാക്ഷൻ ഒക്കെ എന്താ ഇപ്പം യൂട്യൂബും ഇൻസ്റ്റാഗ്രാമിലും ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ വൈറൽ കപ്പിൾസ് ആയിക്കൊണ്ടിരിക്കല്ലേ? അവർക്ക് ആക്ച്വലി സോഷ്യൽ മീഡിയ ഒന്നും അത്ര ചെയ്യുന്ന ആൾക്കാരല്ല, ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. പിന്നെ ഞാൻ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ അമ്മേനെ കൊണ്ടേ കാണിക്കും, ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ ജസ്റ്റ് ചിരിച്ച് കാണിക്കും. അച്ഛനങ്ങനെ കൊണ്ടൊന്നും കാണിക്കാറൊന്നുമില്ല, ഇല്ല, വലിയ സപ്പോർട്ടൊന്നും ഇല്ല. അപ്പം പിന്നെ അങ്ങനെ കാണിക്കാറൊന്നുമില്ല. പിന്നെ അമ്മേനെ കാണിക്കാറുണ്ട്, അനിയത്തിയാണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഓക്കെ. ഹരി ഏറ്റവും കൂടുതൽ എന്തിനെ കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടം? കാരണം ഭയങ്കര ഒന്നും മിണ്ടുന്നില്ല, മിണ്ടിയാൽ തന്നെ 2-3 വാക്കിൽ ഒതുങ്ങുന്നു. അത് അവനങ്ങനെ പൊതുവെ പുറത്തുള്ള ആൾക്കാരെ കണ്ടാൽ മിണ്ടത്തില്ല, ഭയങ്കര അങ്ങനത്തെ ഒരു ഇതാ. ഞാൻ പറഞ്ഞായിരുന്നു ലാസ്റ്റ് ഇന്റർവ്യൂവിൽ ഇതുപോലെ നേഹ ഇങ്ങനെ പറഞ്ഞു, ഹരിനെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് മിണ്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് നേഹ ഹരിനോട് മാത്രം ക്വസ്റ്റ്യൻ വെച്ചായിരുന്നു. അപ്പോഴും ആള് ഇങ്ങനെ 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 അത് സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരായിട്ടൊന്നും മിംഗ്ലിംഗ് വരാത്തോണ്ടായിരിക്കാം മേ ബി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രഹനയുടെ ഒരു 5 ക്വാളിറ്റീസ് പറയാം, ഇഷ്ടമുള്ള ഹരിക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റീസ്. നല്ല രഹനയിൽ ഇഷ്ടമുള്ള എന്തും പറയാം, കണ്ണോ ചിരി, അല്ലെങ്കിൽ രഹനയുടെ ആ സ്വഭാവം, അല്ലെങ്കിൽ ദേഷ്യപ്പെടുമ്പോ കാണാൻ ഭംഗിയാണെന്നൊക്കെ പറയില്ലേ, അതേപോലെ. പക്ഷെ ഭയങ്കര കംഫർട്ടാണ് എനിക്ക് ക്വാളിറ്റി. പിന്നെ നന്നായിട്ട് കുക്ക് ചെയ്യും, രണ്ടും. പിന്നെ കാണാൻ തിരക്കില്ല, നല്ല ഭംഗി. 3. പിന്നെ നമ്മുടെ എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടാവും, എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യും. പിന്നെ എന്റെ ഫാമിലിയേക്കാൾ കൂടുതൽ നല്ല സപ്പോർട്ടാണ്. 4. പിന്നെ അല്ല സപ്പോർട്ട് രണ്ടും ഒന്നാണോ? ഒരെണ്ണം കൂടി പറ. നല്ലൊരു ട്രാവൽ പാർട്ണർ. ഓക്കെ, തട്ടിമുട്ടി ഒപ്പിച്ചിരുത്. ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്താ? അനാവശ്യ കാര്യത്തിൽ ദേഷ്യപ്പെടും. ഷോർട്ട് ടെമ്പർ ആണോ? ഷോട്ടംപട. തിരിച്ചു ചോദിച്ചാൽ എന്തായിരിക്കും ഹരിയിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ക്വാളിറ്റീസും ഇഷ്ടമല്ലാത്തതും? ഹരി എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുള്ളൂ. അത് പിന്നെ നെഗറ്റീവ് അധികം പറയാറില്ല. ഇപ്പൊ ഞാൻ എന്താ എവിടെയെങ്കിലും ഇപ്പോൾ എന്നോട് ജസ്റ്റ് ഒരു ബൈക്ക് ഓടിക്കുന്ന വീഡിയോ എടുക്കാം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വീഴുമെന്നായിരിക്കും ആദ്യം ചിന്തിക്കുക, അത് ഓടിക്കണേക്കാൾ മുന്നേ. അപ്പോൾ ആള് ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. പിന്നെ ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് എൻ്റെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഹരി മാത്രം. അപ്പോൾ അതൊരു ക്വാളിറ്റിയാണ് ആളുടെ. പിന്നെ കെയർ ചെയ്യും. ഇപ്പൊ റോഡിന്റെ സൈഡ് വഴി നടക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നടത്തത്തില്ല, അങ്ങനെ കുറച്ച് കെയറിങ് ഉണ്ട്. പിന്നെ ഭയങ്കര എന്താ ഞാൻ പോലും ശ്രദ്ധിക്കാത്ത എൻ്റെ കാര്യങ്ങൾ ഹരിയാ പറയുന്നത്. സ്കിന്ന് നോക്ക്, നിന്റെ നെയിൽസ് നോക്ക്, നീ അങ്ങനെ ചെയ്യ്, നിന്റെ ബോഡി നോക്ക്, ശ്രദ്ധിക്ക്, ഫുഡ് ഡയറ്റ് ഒക്കെ എടുത്ത് പ്രോപ്പറാക്കുക, അങ്ങനെയൊക്കെ പറയുന്ന ഹരിയ. അങ്ങനെ ഇനി ഇഷ്ടമല്ലാത്ത ഞാൻ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡായ ചില ടൈമിൽ ഹരിയും അതുപോലെ തന്നെ തിരിച്ച് റിയാക്ട് ചെയ്യും. അപ്പോൾ കുറച്ച് ഒരു വലിയ പ്രശ്നമാവും. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ പെട്ടെന്ന് അങ്ങനെ പോകത്തില്ല ആളുടെ അടുത്തേക്ക്. അവനായിരിക്കും ആദ്യം വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആവുന്ന എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനം വാതിൽ വലിച്ചടക്കുക, എന്തെങ്കിലും എടുത്ത് എറിയുക, അതൊന്നും എനിക്കിഷ്ടമല്ല. അങ്ങനെയൊക്കെയുള്ളൂ. അല്ലാതെ പിന്നെ ഇതുപോലെ പുറത്ത് വന്നാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ വന്നത് ഇവിടെ വരുമ്പോൾ സംസാരിക്കണോട്ടോ മിണ്ടാതിരിക്കല്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത്രേ ഉള്ളൂ, അല്ലാതെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇല്ല. ഓക്കെ. ഇപ്പം വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എന്തിനാ വീഡിയോസ് ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാർക്ക് ആ ഒരു ടൈമിലൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരുന്നല്ലോ. ഇപ്പം അങ്ങനെ കുറ്റം പറഞ്ഞ ആൾക്കാരുടെയൊക്കെ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് എന്താ, ചേഞ്ച് ആയിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ ഫാമിലി നമ്മൾ രണ്ടുപേരും ഫാമിലി ആയിട്ട് വലിയ എന്ന് വെച്ചാൽ പാരന്റ്സ് അല്ലാതെ റിലേറ്റീവ്സ് ആയിട്ട് വലിയ കണക്ഷൻ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ കസിൻസ് ആണെങ്കിൽ പോലും ഞാൻ ആരായിട്ട് വലിയ കണക്ഷൻ ഒന്നുമില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പാര കിട്ടിയേക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ എല്ലാ കസിൻസും ഒരുപോലെയാണെന്നല്ല, ഇതിൽ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അവരുടെ കാര്യം മാത്രം നോക്കി പോകുന്ന ആൾക്കാരും ഉണ്ട്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റിലേറ്റീവ്സ്
എന്തായിരുന്നു അല്ല അവരുടെ നിലപാടിൽ മാറ്റണമെന്ന് വെച്ചാൽ അവരുടെ നിലപാട് സ്റ്റാർട്ടിങ്ങിൽ കുറ്റം പറഞ്ഞ ആൾക്കാരുടെയൊക്കെ നിലപാട് ഇപ്പൊ മാറിയിട്ടുണ്ടോ? ഒരു മാറ്റമില്ല. പിന്നെ പറഞ്ഞിട്ട് നമ്മൾ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് അവരിപ്പോ വലിയ കാര്യമായിട്ട് പിന്നെ നേരത്തെ ഇതുപോലെ കുറ്റം പറഞ്ഞ 1-2 പേരൊക്കെ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ക്യാഷ് കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങനെ ലൈക്ക് ചെയ്ത് വിട്ടു അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. 2 പേരെ വീട്ടിൽ പറഞ്ഞായിട്ട് ഞാൻ അറിഞ്ഞു. ഓക്കെ. എന്താ ഈ കസിൻസിന്റെ പാര വെച്ചു എന്ന് പറഞ്ഞത് എന്ത്? ഇതാണോ ലവ് റിലേഷൻഷിപ്പിൽ പാര? കസിൻസ് എന്ന് പാരാന്ന് പറഞ്ഞാലും അവരുടെ പാരന്റ്സിനൊക്കെ ആണെങ്കിലും ഈ സോഷ്യൽ മീഡിയ അങ്ങനെ ഹാൻഡിൽ ചെയ്യുമോ അതിനകത്തൊന്നും ഇതില്ലാത്ത ആൾക്കാരാ അതൊന്നും ഹാൻഡിൽ ചെയ്യാത്തോ. നമ്മൾ ഭയങ്കര ഓർത്തഡോക്സ് നമ്മുടെ നാട്ടിൽ ആ ഒരു എന്നൊക്കെ പറഞ്ഞാൽ കാണിച്ചു കൊടുക്കും. അത് അങ്ങനെ പാര കിട്ടിയോണ്ടാണ് ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡ് വരെ നോക്കിയിട്ട് ഇത്ര വില കൂടിയ ഫുഡൊക്കെയാണോ കഴിക്കുന്നത്, അതിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ എന്ന് വീട്ടിലേക്ക് വിളിച്ചു വെച്ച ആൾക്കാർ വരെ ഉണ്ട്. അത്രയ്ക്ക് തരം താഴ്ന്ന രീതിയിലൊക്കെ ഇതൊക്കെയാണ് അവരുടെ സൈഡിൽ നിന്ന് പാര. അപ്പോൾ ഇവരായിട്ട് കൊണ്ടേ അവരുടെ പാരൻസിനെ കാണിച്ചു കൊടുക്കും. പാരൻസ് ഡയറക്റ്റ് എൻ്റെ വീട്ടിൽ വിളിച്ച് പറയോ അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ എൻ്റെ വീട്ടിലാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സൈഡ് കേൾക്കാൻ അവർ നിൽക്കത്തില്ല. അവർ നേരെ കേട്ട പാതി കേൾക്കാത്ത പാതി ജസ്റ്റ് എൻ്റെ അടുത്തൊന്ന് ചോദിക്കുകയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സൈഡിൽ എന്താ തെറ്റ് അല്ലെ നമ്മളിങ്ങനെ ചെയ്തോന്ന് പോലും ചോദിക്കാറില്ല ചില ടൈം. അതൊക്കെയാണ് നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നത് ആക്ച്വലി പാരൻസ് സൈഡിൽ നിന്ന്. എന്നാലും നമ്മൾ ഇത്ര നേരം സംസാരിച്ചില്ലേ, ചെറിയൊരു ടാസ്ക് തരാം. നിങ്ങൾ കപ്പിൾസ് ആയതുകൊണ്ട് ഒന്നുമില്ല, മനപ്പുറത്തെന്നാണ്. ഇതിൽ ഹരിയാണ് തോക്കുന്നതെങ്കിൽ എന്ത് പണിഷ്മെന്റ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള പണിഷ്മെന്റ് കൊടുക്കണം, നേരെ തിരിച്ചു. ഓക്കെ ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രഹ്നയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ എഴുതി. എന്താ? ബ്രൗൺ, മെറൂൺ, ബ്ലാക്ക്. കേട്ടോ രണ്ടുപേരും. ഓക്കെ. ഏറ്റവും ഈ മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്ന സമയത്ത് രഹനക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം എന്തായിരിക്കും പുള്ളിക്കാരി ആ ടൈമിൽ ചെയ്യാം? എന്ത് ചെയ്യാം? കരയുക, ക്രൈങ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഹരിക്ക് ഏറ്റവും കൂടുതൽ വെയർ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ഔട്ട്ഫിറ്റ് എഴുതിയോ? മിടുക്കിയായിട്ട് എല്ലാം എഴുതുന്നുണ്ട്. ഇത് ഭയങ്കര ഉഴപ്പാ. കാണിക്ക, എന്താ ഇഷ്ടം? എനിക്കൊരു ലൂസ് ടീഷർട്ട് മീൻസ് വെസ്റ്റേൺ എഴുതിയത്. അത് കുഴപ്പമില്ല, സെറ്റ്. ഓക്കെ. ഹരിക്ക് എപ്പോഴും പോകണം എന്ന് പറയാറുള്ള ഒരു സ്ഥലം? ഇതുവരെ പോയിട്ടില്ല, പക്ഷെ എനിക്ക് ഈ സ്ഥലത്ത് പോകണം. ഹരിയുടെ എക്സ്പ്രഷൻ കണ്ടാൽ ഞാൻ എന്തോ ഇത് എനിക്കോ അങ്ങനത്തെ ഒരു എക്സ്പ്രഷനാ. എഴുതിയോ? ഏതാ ഇഷ്ടം? മാൽഡീവ്സ്. ഓക്കെ, 2 പോയിന്റ് ഉണ്ട്. നെക്സ്റ്റ്, ഇപ്പം രഹന നോക്കാൻ പാടില്ല. ഇപ്പൊ രഹനയുടെ കയ്യിൽ കിടക്കുന്ന വാച്ചിന്റെ ബ്രാൻഡ്? ക്വസ്റ്റ്യൻ മാറ്റാം. നിങ്ങൾ ഒരുമിച്ച് പോയി കണ്ട സിനിമ ലാസ്റ്റ് തിയേറ്ററിൽ? ഒരുമിച്ച് തിയേറ്ററിൽ. അടിപൊളി. ഇതിപ്പോ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ടാസ്ക് ചെയ്യേണ്ടി വരും. സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി, പറഞ്ഞാൽ മതിയോ ഏതാന്ന്? എന്താ പറ, സിനിമയുടെ പേര്. കിട്ടി. പറയട്ടെ. വർഷങ്ങൾക്ക് ശേഷം. രോമാഞ്ചോ? തിയേറ്ററിൽ പോയി കണ്ടതാ? തിയേറ്ററിൽ പോയി കണ്ടിട്ടേ ഇല്ല രോമാഞ്ചം. സത്യം, കൂടെ രോമാഞ്ചം തിയേറ്ററിൽ പോയി കണ്ടത്. ശരിയാണല്ലോ. ഓക്കെ. നിങ്ങൾ ആദ്യമായിട്ട് ഒന്നിച്ച് കറങ്ങാൻ പോയൊരു സ്ഥലം? ആദ്യമായിട്ട് എനിക്കൊന്നും രഹനയല്ലേ ലീഡ് ചെയ്യുന്നേ, കറക്റ്റ് ആൻസേഴ്സ് എഴുതുന്നേ? ഏതാ? അരീക്കൽ. ഓക്കെ. ഓക്കെ. രഹനയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് രഹനയുടെ ആരാ? അഭിരാമി. ഓക്കെ, കറക്റ്റ്. ഹരിയുടെ ഒരു ക്രഷ് തോന്നുന്ന ഒരു ആക്ട്രസ് ഏത് ആക്ട്രസിന്റെ അടുത്താണ് ഹരിക്ക് ഭയങ്കര അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്? ആരാ? തമന്ന. കറക്റ്റ്. എത്ര ക്വസ്റ്റ്യൻസ് ആയി? 5 പോയിന്റ്സ്. 5 പോയിന്റ്സ്. ഇവിടെ അതെങ്ങനെ? 5 കിട്ടി.
വെസ്റ്റേൺ ഡ്രസ്സും പിന്നെ മാൽഡീവ്സും അരീക്കലും അഭിരാമിയും തമന്ന അത്രയും പേര്. അത് തെറ്റി. അപ്പൊ ടോട്ടൽ 1 2 3 4 5 6 7 8 8 ക്വസ്റ്റ്യൻ ചോദിച്ചു. 8 ക്വസ്റ്റ്യൻ ചോദിച്ചു. 2 കൂടെ ചോദിക്കാം. ഓക്കെ, രഹനക്ക് പോവാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ഇതുവരെ പോവാത്ത? ഏതാ? ടർക്കി. ഓ ആരെ തെറ്റിച്ചേ? ആരെയാ തെറ്റിച്ചേ? തന്റെ കറക്റ്റ് അല്ലേ? ആ തെറ്റിച്ചു. പോയിന്റ് ഇവിടെ ഒന്നും കൂടെ കൂടിയിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് രഹനക്ക് ഇനി വേണം എന്നുള്ളൊരു സാധനം, ഇപ്പം ഇന്ന സാധനം ഇനി നെക്സ്റ്റ് എനിക്ക് വാങ്ങണം അല്ലെങ്കിൽ വേണം, എന്തു ആവാട്ടോ അത്. നമ്മളിങ്ങനെ ഓരോ സാധനം വേണം എന്നറിയില്ലേ? കാർ. കാർ. എനിക്ക് വിശ്വാസമില്ല. ഓക്കെ, രഹനക്ക് എത്ര ടാറ്റു ഉണ്ട്? 8. ഓക്കെ, ഹരിക്ക് എത്ര ടാറ്റു ഉണ്ട്? അയ്യോ എണ്ണ വരുന്നേ. നോക്കല്ലേ? ഇല്ലില്ല. നോക്കാൻ പാടില്ല. എത്രയുണ്ട്? 5. 4. ഓക്കെ, ഞാൻ തന്നെ എനിക്കേ ഓർമ്മയില്ല. 1 2 3 4 5. 5. അപ്പൊ ഇവിടെ ടിക്കറ്റ് കാലിലുള്ള അവിടെ ഇൻറ്റു തെറ്റ്. ഇപ്പൊ എത്ര പോയിന്റ്സ് ആയി? 6. 6. 6. നിനക്കോ? ബാലൻസ് ആയല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടാസ്ക്. പാട്ട് പാടൂ? ഇല്ല. ഓക്കെ, ഞാൻ വിചാരിച്ച നേരത്തെ നിർത്തിയാ മതിയായിരുന്നു. 5 അടുത്ത ഒരു ഒരെണ്ണം കൂടി ചോദിക്കാം. ഓക്കെ, രഹന ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ട് ഏത് ലാംഗ്വേജ് ആണെന്ന് എഴുതിയാ പോരെ? വേണ്ട, പാട്ട്. അങ്ങനെ ചോദിച്ചാ പാട്ടൊന്നും ഇപ്പൊ കേൾക്കാറില്ല പൊതുവെ. വേറെ ക്വസ്റ്റ്യൻ. ഓക്കെ, രഹന ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഇൻസ്റ്റഗ്രാം ഓർ യൂട്യൂബ്? ഏതാ? യൂട്യൂബ്. ഓ കയറിഞ്ഞ്. ഇത് ശരിയല്ല. എന്നാലൊരു ടാസ്ക് ചുമ്മാ കൊടുത്തേക്ക് ഹരിക്ക്. പാട്ട് പാടാൻ പാട്ട് പാടിയാ മതി. അറിയും, പാടുമ്പോ സൗണ്ട് കേട്ട് അറിയാം. പാടില്ലേ? രഹനക്ക് ആഗ്രഹമുണ്ട് പാട്ട്. എനിക്ക് ആഗ്രഹമുണ്ട്. അന്ന് രഹന പാട്. എനിക്ക് പാടാറിയില്ല. അന്ന് ചുമ്മാ ഒരു ട്രൈ. സൂപ്പറായിട്ട് പാടും. കണ്ട കുട്ടി എല്ലാത്തിനും റെഡി. ഓക്കെ, ഞാൻ റെഡിയാ. എനിക്ക് പ്രശ്നമില്ല. പാടാം. പാട്ടെ, ചിരിക്കരുത്. പക്ഷെ മുന്നിൽ എത്തുമ്പോൾ നീ മായാ നക്ഷത്രം, മാറിൽ മെല്ലെ ചേരുമ്പോഴോ മൗന സല്ലാപം. അത്ര പോരെ? രണ്ട് ലൈൻ കൂടെ പാട്. നൈസ് ആയിട്ടുണ്ട്. പാട്ടിനുള്ളിൽ പോലും തീനിറയ്ക്കാതെ വെറുതെ എന്നെ പാട്ടിലാക്കാൻ പാട്ടുപാടാതെ, വെറുമൊരു പാട്ടല്ല പ്രേമം, പനിനീർക്കുളിരല്ല, കളിച്ചിരിയല്ല, കളിവാക്കല്ല, കടലോളം സ്നേഹം. വരെ. എനിക്കങ്ങനെ പാട്ട് പാടി ഇതുവരെ ഒരു സ്ഥലത്ത് പാടിയിട്ടില്ല. അടിപൊളി, നൈസ് ആയിട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ ഇപ്പം ഈ ഫിലിംസ് നോക്കുന്നുണ്ടോ? അങ്ങനെ ആക്ടിങ് ഫിലിംസ് സത്യം എനിക്ക് ആക്ടിങ് അറിയത്തില്ല. പിന്നെ നമുക്ക് ഇതുപോലെ 2-3 അപ്രോച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്ര ജെന്യൂൻ ആയിട്ടും അത്രതായിട്ടും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചു. ഓക്കെ. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ഗൈസ്. ഞാൻ കുറെ കഷ്ടപ്പെട്ടു, പക്ഷെ ബാലൻസ് ചെയ്ത് പോവാ. അപ്പം താങ്ക് യു സോ മച്ച്. എന്തായാലും കല്യാണമൊക്കെ അടിപൊളിയായിട്ട് ആവട്ടെ. മസ്താനിൽ അറിയിക്കാം എന്തായാലും. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.